ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചാന എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണുള്ളത്, ഹരിയാനയിൽ. അതായത് ഇവിടുന്ന് നമുക്കൊരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബ് കയറും കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോകണം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും നമ്മുടെ ബാറ്ററീൻ്റെ സീനൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇതിങ്ങനെ തെളിഞ്ഞ് കിടക്കുവാണ്. വല്ല ഫ്യൂസും പോയതായിരിക്കാം വിചാരിക്കുന്നു, കാരണം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ നാനോയ്ക്ക് വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ തന്നെ അത് നോക്കണം. അപ്പോൾ അതേ ആൻസിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻസിയൊക്കെ ആകെ ടെൻഷനിലാണ്, കാരണം സ്റ്റിയറിംഗ് ബോക്സിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ നമുക്ക് പോക്ക് ഭയങ്കര പാടാം. ഗുഡ് മോർണിംഗ് പറ. കൊച്ചിതേ ഇവിടെ നിൽക്കണേ കണ്ട, ഞങ്ങൾ നിൽക്കുന്നേ, അതായത് ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചിന് ഇന്നലെ ഞങ്ങൾ പിക്ചർ മേടിച്ചു കൊടുത്തേ, നമുക്കിന്ന് പറയും ഇവിടെ. അപ്പോൾ ആ സാധനം കൊച്ചിന്നലെ കഴിച്ചിട്ട് അവിടെ തുറന്നു വെച്ച്. ഇപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോണ്ടോ മേശയിൽ ഇരുന്ന ഒരാൾ തീറ്റയോട് തീറ്റ വമ്പനൊരു എലി. ഞങ്ങൾ കിടന്ന ഈ കട്ടിലിൻ്റെ അടിയിൽ വലിയൊരു എലിയുണ്ട്. AC റൂമൊക്കെയാണ് 1000 രൂപ വന്നുള്ളൂ, കാരണം ഇന്നലെ ഞങ്ങൾക്ക് ഇതെങ്കിലും കിട്ടിയില്ല, ഞങ്ങൾ പെട്ടുപോയനെ. പിന്നെ പമ്പിലേക്കൊക്കെ കുറേ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ. അപ്പോൾ ആൻസിയുടെ തുണികളെല്ലാം സെറ്റാക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ, ഇത് പോയോ എന്നുള്ളതൊന്ന് നോക്കാമേ. എന്തെങ്കിലും ഒരു കാരണവശാൽ പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കിയതാണ്, പക്ഷേ പോയിട്ടില്ല. ഈ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഷിറ്റായല്ലോ ദൈവമേ. എന്തായാലും നമുക്ക് ഇവിടെ നമ്മൾ ഇന്നലെ വന്ന ടൗണിൽ തന്നെ, നമ്മുടെ ഈ ബാറ്ററിയൊക്കെ ശരിയാക്കി ടൗണിൽ തന്നെ ആണ് ഞങ്ങൾ. ഇപ്പോൾ 2 കിലോമീറ്റർ ഇങ്ങ് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഐ ലവ് ഉച്ചാന. ഇപ്പോൾ എല്ലായിടത്തും ഈ ഐ ലവ് ഓരോ ടൗണിൽ ചെല്ലുമ്പോഴും കാണാം കേട്ടോ. ഇതാണ് ഞങ്ങൾ ഇന്നലെ നിന്നത്, ന്യൂ ഷോക്ക്ലാൻഡ് ധാബ. ആൻസി രക്ഷയില്ലടി. അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, തെളിഞ്ഞ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് യൂ ടേൺ എടുക്കണമല്ലോ. യൂ ടേണോ? കുറച്ച് മുന്നോട്ടെങ്ങാനും പോകുമ്പോൾ കിട്ടുമായിരിക്കും. നോക്കാം. അതല്ല, യൂ ടേൺ കിട്ടുന്നതിൻ്റെ അല്ല, വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പാടണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഓടിക്കാൻ ടയറിനൊക്കെ കംപ്ലൈന്റ് ആണ്. പിന്നെ വണ്ടി ഓടുമ്പോൾ സ്റ്റിയറിംഗ് ഒരു ലേശം സ്മൂത്ത് ആവുന്നുണ്ട്. ആണോ? നമുക്ക് പോയി നോക്കാം. വണ്ടി ടയർ ഉരുണ്ടോണ്ടിരിക്കുമല്ലേ, നോക്കാം എന്തായാലും. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ പകുതി കടകൾ ഇന്ന് ഇല്ലേ, ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. പകുതിയും കടകളും അടച്ചിട്ടേക്കുക. കിട്ടുമായിരിക്കൂലേ കട? നോക്കാം. ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി ടൈറ്റ് ആണ് സ്റ്റിയറിംഗ്. ആ ടൈറ്റ് വെച്ച് നമുക്ക് പോകാനും പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. കാരണം അത് ഇരുന്ന് ഇനി വേറെ അടുത്ത കംപ്ലൈന്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് അതൊന്ന് കാണിച്ച് ശരിയാണ്. ഇവിടെ എങ്ങും ടാറ്റേൻ്റെ ഒരു ഷോറൂം കാണുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അർജന്റ് ആയതുകൊണ്ട് ഷോറൂം നോക്കി പോക്ക് നടക്കൂല, ദൂരം കൂടിയാലേ വിഷയമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം തപ്പി ഒരു വർക്ക്ഷോപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ ഇവർ നോക്കാമെന്നാണ് പറഞ്ഞത്. ഈ ഇലക്ട്രിക് വർക്ക് ഉള്ളിടത്തെ അവർ നോക്കുള്ളൂ. നമ്മൾ ടാറ്റേൻ്റെ കുറേ നോക്കി, ഇവിടെ അടുത്തൊന്നുമില്ല. 90 കിലോമീറ്റർ 150 കിലോമീറ്ററൊക്കെ അപ്പുറത്താട്ടോ. അപ്പോൾ എന്തായാലും ഇവരൊന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു. വല്ല ഫ്യൂസിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും നോക്കാം നമുക്ക്. എന്താണ്? ഹലോ, ആര് തുപ്പി? നീ തുപ്പിയല്ലേ? ഫ്യൂസിൻ്റെ ആണോ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് പിന്നെ ഇലക്ട്രിക്കാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിങ് വരുന്നത്. ഇലക്ട്രിക് എന്ന് ആൻസി, ഇപ്പോൾ സാധാ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആണെങ്കിൽ ഓയിൽ കുറഞ്ഞാൽ ഇങ്ങനെ വരും. ഇതെന്താ വെച്ചാൽ ഇലക്ട്രിക്കാണ്. അപ്പോൾ ഫ്യൂസിൻ്റെ ഇലക്ട്രിക് പരമായി എന്തോ കംപ്ലൈൻറ്റിലാണ് ഈ പണി കിട്ടിയേക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അവർ കുറേ ഫ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി, രക്ഷയില്ല. ഫ്യൂസിൻ്റെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി സ്കാനർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പുകയുന്ന കണ്ടോ. ഇതൊക്കെ കൂടുതൽ ഒരു കുക്ക വലിക്കുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൻസിയും കൊച്ചും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഞാൻ ഇറക്കാനും നിന്നില്ല. എന്തായാലും നോക്കാം നമുക്ക്. ആക്കോ ഞാൻ ക്യാ ഹേ നാം ആസിഫ്, പുള്ളിയെ നമ്മുടെ ഫ്യൂസൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. നിർവാണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് ഇവർ പറഞ്ഞത്. കാരണം വണ്ടി ഓടിക്കുന്നതിന് കുഴപ്പമില്ല. ഇവർക്ക് പക്ഷെ നോക്കിയിട്ട് ഫ്യൂസും കാര്യങ്ങളെല്ലാം നോക്കി, പക്ഷെ അതിനൊന്നും കുഴപ്പവും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും മെല്ലെ പോയി എത്താവേ. അങ്ങനെ ഞങ്ങൾ നിർവാണ എന്ന് പറഞ്ഞ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മെല്ലെയാണ് പോകുന്നത്, കാരണം ഓവർ സ്പീഡിലും കാര്യങ്ങളൊന്നുമല്ല, മെല്ലെയാണ് പോകുന്നത്. 20-ലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ.
നിർവാണ എന്ന് പറഞ്ഞ ടൗണിലാണ് ഇപ്പൊ കടകൾ ഉള്ളതെന്ന് അവര് പറഞ്ഞു കേട്ടോ. കാരണം ഇവിടെ അവർക്ക് എത്രയൊക്കെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. മോട്ടറിന്റെ ആയിരിക്കും. അതെ, പിന്നെ ഇവിടെ നിന്നായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മേളിലേക്ക് കയറുന്ന തന്നെയാണ് നമുക്ക് നല്ലത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ എന്താ ചെയ്യേണ്ടത് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകട്ടെ. നമുക്ക് എയർ ഫിൽറ്റർ പറ്റുകയാണെങ്കിലേ എയർ ഫിൽറ്റർ ഒരെണ്ണം പുതിയത് മേടിക്കാം. കാരണം എന്താ പറയാ, അതിനാകെ 100-200 രൂപന്റെ കേസ് കൊടുക്കും. നമുക്കൊരു ശ്വാസം മുട്ട് പോലെ വരില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടികൾക്കും ഉണ്ട്. വല്ലാണ്ട് പൊടിയൊക്കെ കുടുങ്ങി കഴിഞ്ഞാല് അതുപോലെ നമ്മള് ഇനിയിപ്പോ ഇത് ഹൈ റേഞ്ച് അല്ലേ കയറാൻ പോണേ, അപ്പൊ അത് സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ നിർവാണ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇലക്ട്രിക് വർക്കെല്ലാം ചെയ്യുന്ന മോട്ടറുകളൊക്കെ റെഡിയാക്കുന്ന ഒരു കടയിൽ വന്നേക്കാണ്. അപ്പോൾ പുള്ളി കറക്റ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂസ് മാത്രമല്ല, മേളിലത്തെ ആ ഒരു സെറ്റപ്പ് വേറെ എന്തൊക്കെയൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ മൊഡ്യൂളും അവിടെയൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഇതേപോലെ സംഭവിക്കും. അതായത് നമ്മുടെ മൊഡ്യൂളിൽ ചെറിയ റെസ്റ്റ് കുടുങ്ങിയാലും ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഒന്ന് റെഡിയായാൽ മതിയായിരുന്നു. അത് വേറൊരു ചേട്ടൻ വന്ന് നമ്മുടെ വണ്ടി സ്കാൻ ചെയ്തു കേട്ടോ. എന്നിട്ടും കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫ്യൂസ് തന്നെയാണെന്നാണ് പുള്ളീൻ്റെ ഒരു നിഗമനം. ഇതുണ്ടോ, വലിയ സ്കാനർ വെച്ചാണ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല ഇവർക്ക്. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഒറ്റ നാനയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇവർ കാണുന്നത്. നാനോ കുറവാണ് ഇവിടെ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നുമില്ല കേട്ടോ, അതാണ് മെയിൻ വിഷയം. ഇവിടെയൊക്കെ പക്ഷേ എല്ലാ കടകളും ഉണ്ട്. അതായത് ഈ കമ്പനി സർവീസ് സെൻ്ററുകളൊക്കെ ഞായറാഴ്ച ദിവസം ഭയങ്കര പാടാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പവർ സ്റ്റിയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുള്ളി എന്തൊക്കെയോ ചെയ്തു, സംഗതി റെഡി സെറ്റ്. ഓക്കെ, ഭാഗ്യം ഇതിലേക്ക് പെട്ടുപോയത് കേട്ടോ അവള്. ടീക്കേ ഓ കോയി പ്രോബ്ലം നെയ് ഫുൾ ഓക്കെ. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കി തരുന്നത്. ആപ്കാ നാം ക്യാ ഹൈ സാർ? രാഹുൽ ശർമ്മ. അപ്പോൾ രാഹുൽ ശർമ്മ സാർ നമ്മുടെ അടുത്ത് പറഞ്ഞത്, അതായത് നമ്മുടെ മൊഡ്യൂൾ ഉണ്ടല്ലോ, മൊഡ്യൂളിലേക്ക് കറണ്ട് കറക്റ്റ് ചെല്ലുന്നില്ല, അതാണ് സംഭവം. അതിലെന്തോ മിസ്റ്റേക്ക്, ഇതിന് മുമ്പ് എന്തോ ഇതിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിലെന്തോ കറക്റ്റ് ആവാത്തതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ എന്തോ ബയർ എന്തോ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ബയർ എല്ലാം സെറ്റപ്പാക്കി സംഗതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നാട്ടിൽ ചെന്നിട്ടൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ ടാറ്റയിൽ എവിടെയെങ്കിലും ഒന്നേ കാണിക്കുകയാണെങ്കിൽ സംഭവം സെറ്റാട്ടോ. അപ്പോൾ പുള്ളി പറയുമായിരുന്നു, പുള്ളീൻ്റെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, അപ്പോൾ ഒന്നും പേടിക്കണ്ട, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ കടയിലിരുന്നു. പുള്ളി സ്പെയർ പാർട്സിൻ്റെ കടയാണ്. അപ്പോൾ കടയിലിരുന്നോ, അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരാം, ഒന്നും പേടിക്കണ്ട. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും പേടിക്കണ്ട എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഏതാണ്ട് റെഡി ആയിട്ടോ. അപ്പോൾ നാം ക്യാ ഹൈ? സന്ധ്യ. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ വണ്ടി ഇത്ര റെഡിയാക്കിയത്. ഞങ്ങൾ 2-3 വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് അവർക്കൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ വണ്ടിക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് സ്കാനും കൂടി ചെയ്ത് നോക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാം. അപ്പോൾ അത് ആൻസിയും കൊച്ചു കൂടി ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ രാഹുൽ ശർമ്മ ചേട്ടൻ്റെ സ്പെയർ പാർട്സ് കട. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് 3 months 3 മാസമായിട്ടുള്ളൂ കേട്ടോ പുള്ളി തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് എയർ ഫിൽറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എടുക്കാം. ടാറ്റോ നാനൊക്കെ എയർ ഫിൽറ്ററേ, ടാറ്റോ നാനോ എയർ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് അതും കൂടി മേടിച്ചിട്ടങ്ങ് പോവാം അല്ലേ. അപ്പോൾ പിന്നെ പേടിക്കണില്ല, നമുക്കിത് ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോവാം. അലൈൻമെൻറ്റും കൂടി നോക്കി കേട്ടോ. ഇവിടെ അലൈൻമെൻറ്റിൻ്റെ ചാർജ് എത്രയാണെന്ന് അറിയോ? 200 രൂപയേ ഉള്ളൂ. ബൈ, താങ്ക് യു. എന്താ സംഭവം എന്നറിയാം, ആ ചേട്ടനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. പുള്ളി പറഞ്ഞെന്താ അറിയോ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ വരുന്നവർക്ക് ഒരു ഹെൽപ്പ് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ഹെൽപ്പ് കിട്ടുന്നു. നമുക്കിപ്പോ എത്ര രൂപ ആയെന്നറിയോ? 1300 രൂപയായി. അതായത് പവർ സ്റ്റിയറിംഗിന്റെ ഇതും റെഡിയാക്കി, അതേപോലെ എയർ ഫിൽറ്റർ മേടിച്ചു, അങ്ങനെ അലൈൻമെന്റ് ചെയ്തു, എല്ലാം കൂടി. അപ്പൊ ഇനി നമുക്ക് നേരെ വിടാം. സമാധാനായി ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അത് എന്ത് പറ്റിയതായിരുന്നു ശരിക്കും? അത് ഇത്രയും പൈസ ആവൂലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താ സംഭവം എന്നറിയോ, കൊറേ നോക്കി, കൊറേ ഒരു അരയല്ല 1 മണിക്കൂർ അവർ നോക്കിയിട്ടാണ് ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്രയും നേരം മൊത്തം ഫ്യൂസും ചെക്ക് ചെയ്തു, എല്ലാ ഫ്യൂസും അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് സംഗതി ഇതിന്റെ മൊഡ്യൂൾ ഉണ്ടല്ലോ, മൊഡ്യൂളിലേക്ക് ലൈൻ പോകുന്നില്ല. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, സ്റ്റിയറിംഗ് കാലിബ്രേഷൻ ചെയ്തു. ഈ കാലിബ്രേഷൻ ഇതില്ലായിരുന്നു, ഒരു സൈഡിലേക്കായിരുന്നു വണ്ടി വലിച്ചിലുണ്ടായിരുന്നു ചെറിയ. അതായത് സ്റ്റിയറിംഗ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുകയായിരുന്നു, അത് കാലിബ്രേഷൻ ചെയ്തു. അങ്ങനെ എല്ലാം കൂടിയാണ് 1300 രൂപ. അപ്പൊ നമുക്ക് വേഗം വിടാം അല്ലേ.
എന്നെങ്കിലും പഞ്ചാബെങ്കിലും ഒന്ന് കേറണം. ഇന്ന് പഞ്ചാബ് കയറാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടി കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കിട്ടിയപ്പോൾ നമ്മുടെ ഫാനൊന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂട്, ഇവിടുത്തെ ചൂട് നമുക്ക് താങ്ങുന്നില്ല. അപ്പോൾ ഈ ഓരോ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങി കഴിയുമ്പോൾ ഭയങ്കര പാടാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ പോയി. ഇന്ന് ഫുള്ള് നമുക്ക് മെക്കാനിക്കൽ പണി മാത്രമേ ഇന്ന് നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. സംഭവം വർക്കിംഗ് ആണ്, ഇനി വണ്ടിയായിട്ട് സൂട്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ട് അങ്ങനെ ഊരി, ഇനിയിപ്പോൾ ആ ഫാനും കൂടി ഒന്ന് ഊരി എടുക്കേണ്ട പ്രശ്നമുള്ളൂ കേട്ടോ. അത് ഊരി സംഗതി രണ്ട് സെയിം ആയാൽ മതിയായിരുന്നു. ആ ഒരു ഒറ്റ പേടി. എനിക്ക് അങ്ങനെ കൊണ്ടുവന്ന ഫാന് പിടിപ്പിച്ച് കിട്ടോ. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ലൈനും കൂടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് അതേപോലെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. 10 മിനിറ്റത്തെ പരിപാടിയുള്ളൂ കേട്ടോ. കുഞ്ഞാറ്റ വെള്ളം കുടിച്ചു പോയി പാവം. അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ മാറ്റാനുള്ള കാരണം പാവം അത് വേക്കിലിരുന്ന് ചൂട് സഹിക്കുന്നില്ല കേട്ടോ അതിന്, അല്ലേ? ആ മടുത്താ ഇന്നിനിപ്പോൾ ഇവിടുന്ന് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ AC റെഡിയാക്കി കേട്ടോ. AC-ക്ക് ഫിറ്റിംഗ് എത്രയായി? 500 രൂപ. 500 രൂപ. അങ്ങനെ പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ഇത്, നമ്മുടെ ഈ സാധനം, ഇത് തിരിച്ചു കൊടുത്താൽ പുള്ളി നമുക്ക് പൈസ തരും. അപ്പൊ അത് നമുക്ക് അസെറ്റ് ആയിരിക്കും. അതെ, അപ്പൊ അത് നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. ഇവിടുന്നാണ് നമ്മൾ സാധനം വാങ്ങിയത്. ഇവിടെ മുന്നിൽ തന്നെ ഒരു നാന കിടക്കുന്നുണ്ടോ, കംപ്ലൈന്റ് ആയതോ ഇടിച്ചതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതിനുമാണ് ഊരി തന്നത്, അതുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഇല്ല. ഇനി നമ്മൾ കൊടുക്കുന്ന സാധനം ചിലപ്പോൾ റിപ്പയർ ഒക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമായിരിക്കും. എത്ര രൂപ തിരിച്ചു തന്നേട്ടേ? 300 രൂപ കിട്ടി. ഓ, ഫിറ്റിംഗ് ചാർജിന്റെ പകുതി കിട്ടിയല്ലേ? അത് എന്താ സംഭവം എന്നറിയോ, നമ്മുടെ ആ മോട്ടർ പറ്റപ്പോയി. മുന്നിൽ കാണുന്ന വലിയൊരു കുഴിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇത് കുഴിയല്ല, ഇതെന്താ? ഇത് കിണറാണ്. ഇനി നമ്മൾ ഈ ഹൈവേ ഇതുണ്ട് കേട്ടോ. എന്തോ അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് ഗുജറികളോട് ഗുജറികളാണ്. അത് ഈ വഴിയിലൊക്കെ മെല്ലെ മെല്ലെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ വണ്ടി ഇടിച്ച് കിടക്കുന്നതിന് വണ്ടിയൊക്കെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, എനിക്കുണ്ടല്ലോ വേറൊരു കാര്യം ഉണ്ടായി, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അയ്യോ, വിശന്നിട്ട് ഒരു രക്ഷയില്ല. വേണ്ട, ഞാനൊക്കെ മറ്റേ വായു ഭക്ഷിച്ചിട്ടിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യായിരിക്കും. അപ്പൊ എന്തായാലും AC-ന്റെ പ്രശ്നം തീർന്നില്ല. ഇനി ഒരു പ്രശ്നം വരില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫിൽറ്റർ മേടിച്ചു തന്നെ, ഫിൽറ്റർ പിന്നെ നമുക്ക് തന്നെ ഇടാന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഹോട്ടലും കാണാനല്ലേ. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ പോയി നമ്മൾ കാണുമ്പോണ്ടല്ലോ നമുക്ക് നാട് ഭയങ്കരമായിട്ട് അങ്ങ് മിസ് ചെയ്യുന്നു, ഫുഡ് മിസ് ചെയ്യുന്നു. ഒരാളാണ് ഇവിടുന്ന് മിന്നണ പോലില്ല കേട്ടോ. എന്താ മിണ്ടാത്തിരിക്കുന്നേ? ഒന്നുമില്ല, ഇവിടെ ഈ അടിയത്തെ ചുണ്ടേ ഫുള്ള് പൊളിഞ്ഞിരിക്കുക. ഫുള്ള് വായ്പുണ്ണ കേട്ടോ. ഒരു ഗുളിക ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് മേടിക്കാനാണ് ഇന്ന് ഫുള്ള് വണ്ടീന്റെ പുറകായിരുന്നു. ഞങ്ങൾ ആകെ ടയേർഡായി. അവരോടൊക്കെ പോയി സംസാരിച്ചാന്ന് തോന്നുന്നു ഇപ്പൊ മിണ്ടാൻ പറ്റാത്ത കൂടുതലായില്ലേ? കൂടുതലായിട്ടോ ഇപ്പൊ. എന്തായാലും നമുക്ക് പോവാം. ഇത് കണ്ടോ, ഞങ്ങളിങ്ങനെ പാടത്തിന്റെ നടുക്ക് കൂടുള്ള ഒരു വഴിയിലേക്ക് ഞങ്ങളെ കയറ്റിട്ടോ. എന്തിനാന്ന് പറഞ്ഞൂടാ, കയറ്റിട്ടുണ്ടെന്നായിരുന്നു. നല്ല അടിപൊളി വഴിയില്ലേ കേട്ടോ, നല്ല അടിപൊളി വഴി കേട്ടോ. ഒരു സൈഡിൽ ഫുള്ള് ചോളത്തിന്റെ കൃഷി, ഇപ്പുറത്ത് നല്ല പച്ച പരവിധാനി വിരിച്ച് കിടക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ചോളം ആയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഇതുണ്ടോ, ചോളം ആയിട്ടില്ല, ആയി തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിംഗുമാരുടെ നാട്ടിലെത്തി. ഇപ്പൊ ഇനി എവിടെ നോക്കിയാലും സിംഗുമാരെ കേട്ടോ കാണാ. ബോർഡർ കയറിയിട്ടില്ല, പക്ഷെ സിംഗുമാരെ കണ്ടു തുടങ്ങി നമ്മള്. ഇത് കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ. നല്ല ഭംഗി. നമുക്കൊരു മടുപ്പിന്ന് നമ്മളെ ഒന്ന് മാറ്റി പിടിപ്പിക്കുന്ന പോലെ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു ഇത് കളർ കേട്ടോ. കുഞ്ഞാറ്റേൻ്റെ ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് വന്നാൽ കുഞ്ഞാറ്റയ്ക്ക് അമ്മും വില്ലും കുഞ്ഞാറ്റ അടുക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പള്ളിയാന്ന് തോന്നുന്നുണ്ടല്ലോ കാണുന്നത്. പള്ളിയാന്ന് തോന്നുന്നല്ലേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നന്നാക്കി സന്തോഷമായിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചാബ് കയറിയേ. നമ്മുടെ സങ്കടത്തിൻ്റെ ഇടയിലും സന്തോഷത്തിനിടയിലും പഞ്ചാബ് കയറി ഞങ്ങൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഞങ്ങളുടെ വിചാരം സിഖുകാരെയൊക്കെ കാണുമ്പോൾ ഓ ഈ രണ്ടിൻ്റെയും കൂടെ ബോർഡർ ആണല്ലോ, ആൾക്കാർ കാണും എന്നാണ് ഞങ്ങളുടെ വിചാരം. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് പഞ്ചാബ് എത്തി എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ടാറ്റ നാനോ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങൾ സാധാരണ വലിയ വലിയ വണ്ടികളൊക്കെ നന്നാക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയേനെ. നമുക്ക് തുച്ഛമായ പൈസയ്ക്ക്, തുച്ഛമായ മീൻസ്
നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പൈസക്ക് നമുക്കിത് നന്നാക്കി കിട്ടിട്ടോ. ഇപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. പവർ സ്റ്റിയറിംഗ് റെഡിയായി. അതെ, അതേപോലെ അലൈൻമെന്റ് നോക്കി, അലൈൻമെന്റ് റെഡിയാക്കി. അതായത് ഏറ്റവും വില കുറഞ്ഞ് ഞാൻ നാനോനെ കുറിച്ച് 2 വാക്ക് പറയാം. ഏറ്റവും വില കുറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാറിന്റെ ഒരു ഇത് ചെയ്തത് നാനോയാണ്. അതായത് രത്തൻ ടാറ്റന്റെ ഒരു ഐഡിയ ആയിരുന്നു. അതായത് സാധാ ഫാമിലി ഉണ്ടല്ലോ, സാധാരണക്കാര്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിലക്കാണ് വണ്ടി ഇറങ്ങിയത്. പക്ഷെ അതിനകത്ത് വേറെ പ്രത്യേകം എന്താ അറിയോ, എല്ലാവിധ ഒരു കാറിൻ്റെതായ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതേപോലെ നമ്മുടെ ഇത് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്. അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും കൂട്ടി ഇറക്കിയ ഒരു വണ്ടിയാണ് നാനോ. പിന്നെ എമൗണ്ട് ആണെങ്കിൽ ഇറക്കിയ സമയത്ത് 1 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫെസിലിറ്റീസ് പുള്ളി കൂട്ടി നോക്കി കഴിഞ്ഞപ്പം ആ ഒരു എമൗണ്ടിൽ കൊടുക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഇത് നിർത്തലാക്കിയത് കേട്ടോ. പക്ഷേ ഞാൻ പറയുമ്പോൾ ശരിക്കും അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല, ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. രത്നൻ ടാറ്റ എങ്ങനെ കണ്ട ഓൺ ദ സ്പോട്ടിൽ തലറങ്ങി വീഴും. ഞാനോ ഇത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്ത ഇത് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം കറങ്ങിയ ആൾക്കാരോ ഞാൻ എന്തിനത് നിർത്തി എന്ന് തോന്നുന്നു കേട്ടോ. നിർത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അത്രയും പവർഫുൾ ആണ്. പവർഫുൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന് ആവശ്യത്തിനുള്ള പവർ ഉണ്ട്. 625 cc-യിലാണ് നാനോ വരുന്നത്. അതിലാണ് AC. അതുകൊണ്ടാണ് ഈ AC ഇടുമ്പോഴേ വണ്ടിക്ക് ഒരു പിടുത്തം വരുന്നത്. എന്നാലും ഹൈവേയിൽ നമ്മൾ അതൊന്നും അറിയില്ല. ട്രാക്ടർ നോക്ക് വലിച്ചോണ്ട് പോകല്ലേ, കേറാനുള്ളൊരു സാവകാശം എന്താ. ഇതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് സമയം മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പഞ്ചാബിൽ ഇപ്പൊ 7:30 ഈ ഒരു സമയം ആയിട്ട് പോലും ഇത്ര ഇരുട്ടേ ആയിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 6 മണി കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവും, ഭയങ്കരമായിട്ട് ഇരുട്ടാവും. പക്ഷെ ഇതെന്തോ ഇത്രയും സമയം ഈ ഇരുട്ടായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് ഇനി പമ്പ് കണ്ടുപിടിക്കണം. ഇന്ന് ഞങ്ങള് ഫുൾ എന്താ പറയാ വണ്ടിക്ക് വേണ്ടി മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. മടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ മടുത്തു. കൊച്ചു മടുത്തു കേട്ടോ, ഭയങ്കര ക്ഷീണം. പിന്നെ അതിനിടയിൽ നല്ല ചേട്ടനെ കിട്ടിയതുണ്ട്. ആ ചേട്ടന്റെ എന്താ കടയിനുള്ളിൽ ഞങ്ങളെ AC ഇട്ട് ഞങ്ങളെ രണ്ടും ഇരുത്തിയേക്കായിരുന്നു. ഞാൻ എന്നിട്ടും ചേട്ടൻ പുറത്തേക്ക് ഞങ്ങൾ കൊച്ചെന്നാലും മടുത്തു കേട്ടോ. മടുത്ത് അങ്ങ് അറ്റെത്തി കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ കുഞ്ഞാറ്റനെയൊക്കെ കണ്ടപ്പോ ചേട്ടനൊരു സങ്കടം തോന്നി കേട്ടോ. അപ്പൊ ആ ചേട്ടൻ എന്റെ ഇവിടെ ഇരുന്നോ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ആ ചേട്ടൻ്റെ കൂടെ തന്നെ നിന്നു കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു അല്ലേ. അപ്പൊ ആൻസി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആൻസിക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുത്തു കേട്ടോ. ഇത് ചൗമീൻ. ഞാനോ പൈസ കൊടുത്ത് വാങ്ങിയേ? അതൊന്നുമല്ല, ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് പോയായിരുന്നേ. അപ്പോൾ വണ്ടീൻ്റെ അടുത്ത് പോയപ്പോൾ ഈ കടയത്തെ മുതലാളിയാണല്ലോ, പുള്ളി എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നു, ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്, പൈസയൊന്നും തരണ്ട, നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചോ, നിങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചോ, ഞങ്ങൾക്ക് വേറെ ഫുഡുണ്ട്, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന സാധനം ഇത് ചൗമീൻ. മറ്റെന്താ അത് ചൗമീനാണോ? എൻ്റെ മോൻ ഇത്രയും ചൗമീൻ ഭയങ്കര തീറ്റക്കാരാന്ന് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? എൻ്റെ വയറ് കണ്ടിട്ടായിരിക്കും അല്ലേ? എനിക്കാണെങ്കിൽ ആൻസി എനിക്കാണെങ്കിൽ എൻ്റെ ചുണ്ട് ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, ഓയിൽമെൻ്റ് ഉണ്ട് കേട്ടോ. ഈ ഓയിൽമെൻറ്റ് തൂത്തിട്ട് വേണം എന്നെ കിടക്കാൻ. ആ ഇതൊക്കെ എൻ്റെ കാണുന്നുണ്ടോ നോക്കാം ആൻസി? എൻ്റെ അമ്മോ, അത് ചൗമീന്, 2 ചൗമീൻ. ഇതെന്തോ റോളാന്നാ പറഞ്ഞത്, സ്പ്രിങ് റോളോ അങ്ങനെ എന്തോ. ചൗമീനല്ല, റോളാണല്ലോ. അതെ അതും അങ്ങനത്തെ, അത് ടേസ്റ്റുള്ള സാധനമാണ്. കുറേ മസാലകൾ, ചമ്മന്തികൾ. എന്തായാലും നല്ലൊരു ലോഡ് ജോബൊക്കെ കിട്ടിയല്ലേ. ചട്നി. രണ്ട് പാത്രം പൊതികൾ. അതെ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കിടക്കാം അല്ലേ? സൂപ്പറാ. ഉള്ളതുള്ള പോലെ പറയണം. ആണോ? നമ്മൾ ഇത്ര വന്നിട്ട് UP നിന്നൊന്നും നമ്മൾ ചൗമീൻ കഴിച്ചിട്ടില്ല. സൂപ്പറാ, കറക്റ്റായിട്ടും കൊള്ളാം. എന്നാൽ പുതപ്പയിലൊന്നും ആക്കട്ടെ, കിടന്നുറങ്ങണ്ട. എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ലടി. അപ്പം അങ്ങനെ ആൻസി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചുണ്ടിലൊക്കെ ഫുള്ള് സീനായി. ഇത് വർത്താനം പറയുമ്പോൾ ഈ പല്ലിങ്ങനെ തട്ടി
ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് പണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലൈമറ്റ് ഒക്കെ ചൂടായി വയറിൻ്റെ അകത്ത് കറക്റ്റ് ഫുഡ് കിട്ടുന്നില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫുഡ്, നമ്മുടെ കേരളീയരുടെ ഫുഡ് ഫുഡാണ്. നിർത്താഴ്ച ഇപ്പോൾ ഇവിടെ ഒരുത്തി അതിലേക്ക് നൂഡിൽസ് ആയാൽ മതി, എന്താണെങ്കിലും കുഴപ്പമില്ല, നൂഡിൽസ് ആയാൽ മതി. അപ്പോൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്ക് ഇനി കുളിക്കണം, അങ്ങനെ 100 കൂട്ടം പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ന് അലൈൻമെൻറ്റ് നോക്കിയത്, ഇവിടെ അലൈൻമെൻറ്റ് നോക്കി 200 രൂപ കേട്ടോ. അപ്പോൾ അലൈൻമെൻറ്റ് നോക്കിയത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം ഫുള്ള് ടെൻഷനും എത്രയാകും എന്നുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന് വന്നൊരു സംഭവമാണ്. ഇതുവരെ നമുക്ക് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പല കംപ്ലയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അതും ഒരു അനുഭവമായി. അപ്പോൾ എത്രയാവും എന്നുള്ള ടെൻഷൻ അത് വേറെ. അപ്പോൾ അങ്ങനെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം ഈ വരും ദിവസങ്ങളിൽ നാളെ പറയാം. നമ്മൾ 2 ദിവസം കൊണ്ട് ശ്രീനഗർ എത്തുമെന്ന് പറയാം, 2 ദിവസം കൊണ്ട് കാശ്മീർ എത്തുമെന്ന് പറയാം, 2 ദിവസം കൊണ്ട്. അതാണ് കൊച്ചി നേപ്പാൾ ഇപ്പോഴും പോകാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്, മഞ്ഞി കളിക്കാൻ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും.